ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു മാങ്ങ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതൊക്കെ ആണെങ്കിൽ 3-4 അല്ലി വെളുത്തുള്ളി എടുക്കാം. നമുക്കിതിലേക്കൊരു 3-4 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി ചൂടാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉലുവ ഇട്ടാൽ മതി. അപ്പോൾ ആ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിനും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. ഈ സവോളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു നുള്ള് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളൂ. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാനിതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങേൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവയും കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 മുതൽ 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി നാളികേരപ്പാൽ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഒരല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടായ ഉടനെ തന്നെ നമുക്ക് തീ ഓഫാക്കിയിടാം. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഞാനിതൊരു ചെറിയ അളവിലാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 2-3 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് 2 പപ്പടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം മീനോ അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം കാണാം. താങ്ക് യു.